കുറച്ചു കാലം മുമ്പ് വരെ നമുക്ക് ഈ വില കുറഞ്ഞ സോഫകൾ വരുമ്പോൾ വുഡൻ ബീഡിങ്ങുകൾ കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറവ് നമുക്ക് അതിൽ ഫീൽ ചെയ്യായിരുന്നു. ഇപ്പോൾ പൊതുവെ ഈ ഒരു വുഡൻ ബീഡിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ഇതിന് വുഡന്റെ ഡിസൈനാണ് മെയിനായിട്ട്. വുഡന്റെ ഡിസൈനാണ്. ഇതിലും നമ്മൾ ഡുവൽ ടോൺ ആണ് കളർ കൊടുത്തിട്ടുള്ളത് അല്ലേ? സ്റ്റിച്ചിങ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. സോഫയുടെ സൈസ് കോർണർ 34 ഇഞ്ചാണ് ഇതിന്റെ കോർണറിന്റെ സൈസ് വരിക. സീറ്റിന്റെ സൈസ് 21 ഇഞ്ചാണ് വരിക. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് വരുന്നത് അഡീഷണൽ ബോർഡർ കൂടെ വരുമ്പോൾ ഇതിന് 12 ഇഞ്ച് വരുന്നുണ്ട്. സാധാരണ 7 ഇഞ്ചാണ് വരാറ്. അപ്പോൾ 7, 21, 34 ഇതിന്റെ സൈസുകൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുക. പക്ഷെ ഇതിന്റെ സൈഡ് ഈ ബോർഡർ കൂടി വരുമ്പോൾ ഇതിന് കുറച്ച് സൈസ് ആയിട്ടുള്ള രീതിയിലുള്ള നല്ല വലുപ്പത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5 ഇഞ്ചും കൂടി കൂടുതലുണ്ട്. 12 ഇഞ്ചിലാണ് ഇതിൻ്റെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ സോഫയിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു ഭാഗമാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെയൊക്കെ ചാരിയിരിക്കാം, കാല് കയറ്റി ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ വീണ്ടും പറയട്ടെ, സോഫയിൽ കിടക്കണം എന്നില്ല. ഇങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. കിടക്കുമ്പോൾ അതിൻ്റെ അലൈൻമെന്റ് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. സോഫ TV കാണുന്നിടത്തൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കാം, കാല് കയറ്റി വെച്ചിരിക്കാം, കാല് കയറ്റി വെച്ചിരിക്കാം. പലപ്പോഴും അത്തരം സോഫകൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള സോഫകൾ തന്നെ വാങ്ങിക്കണം. അപ്പോൾ ഈ ഒരു കളർ സോഫ 2 സോഫകൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള പുതിയ സോഫകൾ അത്തരത്തിലുള്ള വീഡിയോസ് വരുന്നുണ്ട്. അത് കാണുന്നതിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരു ഫർണിച്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഇന്റീരിയർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു.